കൊട്ടാരക്കര കോട്ടാത്തലയിൽ വീട് കയറി ആക്രമണം. നിരവധി കേസുകളിൽ പ്രതികളായ ബിബിൻ, വിഷ്ണു എന്നിവരടക്കം 3 പേരാണ് അക്രമം നടത്തിയത്. കോട്ടാത്തല സ്വദേശി അരുണിനെയാണ് ഇവർ മർദ്ദിച്ചത്. കാപ്പ കേസിലെ പ്രതി കൂടിയാണ് ബിബിൻ. എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേർന്നു. മനോജ്, ഈ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി, ആരോ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് അക്രമകാരികൾ എന്ന് വ്യക്തമാണ്. ഈ അക്രമം നടത്തിയതിൽ ഒരാൾ കാപ്പ കേസിലെ പ്രതിയാണ്. അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റുള്ളവർ ഒളിവിലാണോ? കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇത്തരം ഒരു സംഭവത്തിന്റെ അടിസ്ഥാനം? സ്വദേശിയായിട്ടുള്ള അരുണിനെയാണ് മുൻവൈരാഗ്യം കാരണം ഈ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ബിബിനും വിഷ്ണുവും ചേർന്ന് മർദ്ദിച്ചിട്ടുള്ളത്. അതായത് 3 പേർ ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു, തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിൽ കാപ്പ കേസിൽ പ്രതിയാണ് ഈ മർദ്ദിച്ചതിൽ ഒരാളായിട്ടുള്ള ബിബിൻ. ഈ ബിബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇവരൊക്കെ തന്നെ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഈ അരുണുമായി നേരത്തെ വ്യക്തിവൈരാഗ്യം നിലനിന്നിരുന്നു എന്നുള്ളതാണ് പോലീസിന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും തുടർ നടപടിയിലേക്ക് കൊട്ടാരക്കര പോലീസ് കടക്കുകയാണ്. ഈ പരിക്കേറ്റ അരുണിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു, ചികിത്സ തേടിയിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിരന്തരമായി ഇത്തരത്തിലുള്ള ഈ സംഘർഷങ്ങൾ നടത്തുന്നവരാണ് ഈ ബിബിനും വിഷ്ണുവും എന്നതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. എന്തായാലും ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതെ, KP, ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ ഈ അക്രമം കൃത്യമാണ്, ആരാണ് നടത്തിയത് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ പ്രതികളെ പിടികൂടാനുണ്ട്. തീർച്ചയായും.